ഇൻട്രൊഡക്ഷൻ ടു ആർഡിനോ IoTയുടെ കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർഡിനോയെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ത്രൂ ഔട്ടായിട്ട് നമ്മൾ ആർഡിനോയെ പറ്റി തന്നെയായിരിക്കും പഠിക്കുന്നത്. അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർഡിനോയെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് IoT യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെപ്പറ്റി ഒരു ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആർഡിനോ ആണെന്ന് പറഞ്ഞായിരുന്നു. ആർഡിനോ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനൊരു ഡെവലപ്മെന്റ് ബോർഡ് നമുക്ക് പറയാം. ഇവിടെ കാണുന്ന ഈ ഒരു ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത് ആർഡിനോയുടെ ഒരു വേരിയന്റ് ആയ ആർഡിനോ യൂണോ എന്നൊരു ബോർഡാണ്. ഇത് മാത്രമല്ല, മൾട്ടിപ്പിൾ വേരിയന്റിലുള്ള ബോർഡുകൾ അവൈലബിൾ ആണ്. ആർഡിനോയുടെ തന്നെ വേറെയും ബോർഡുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ആർഡിനോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ തന്നെ പല ടൈപ്പ് ആർഡിനോ നാനോ, ESP32, ആർഡിനോ യൂണോ, അതിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റി, ഓരോ സ്പെഷ്യൽ പിൻസും എന്തെങ്കിലും എക്സ്റ്റേണൽ ഫങ്ഷനാലിറ്റി കൂടുന്ന സമയത്ത് പല ടൈപ്പ് ബോർഡുകൾ അങ്ങനെ ഇറക്കുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ബോർഡുകളാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷനാലിറ്റികൾ ബേസ് ആയിട്ടായിരിക്കും ആ ബോർഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ആർഡിനോ ഡുവോ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഇതിനാണെങ്കിൽ കൂടുതൽ GPO പിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ GPO പിൻസ് ഒക്കെ എന്താണ് നമ്മൾ ഇനി പറയും. പിന്നെ ആർഡിനോ മെഗ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറേ ബോർഡുകളാണ് ഈ ആർഡിനോ നാനോയും ആർഡിനോ മെഗ, പിന്നെ നമ്മളിപ്പോൾ കണ്ട ആർഡിനോ യൂണോ. ഇതൊക്കെയാണ് വളരെ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡുകൾ. ഈ ബോർഡുകൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഒരു IC ചിപ്പ് ഉണ്ട്. ഈ IC ചിപ്പാണ് ശരിക്കും മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ ഉണ്ടാവുമെന്ന് കരുതുന്നു. എന്താണ് മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ എന്താണ് മൈക്രോ കൺട്രോളർ എന്ന കൺസെപ്റ്റൊക്കെ. മൈക്രോ പ്രോസസർ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഒരു കമ്പ്യൂട്ടർ ആയാലും ഒരു മൊബൈൽ ഫോൺ ആയാലും നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസ്സ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വീഡിയോ കാണുന്നതായാലും ഓഡിയോ കേൾക്കുന്നതായാലും അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ, അങ്ങനെ എന്തൊക്കെ ഒരുപാട് ഫംഗ്ഷൻ നമുക്കറിയാം. ഈ ഒരു ഫംഗ്ഷനാലിറ്റി എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഒരു മൈക്രോ പ്രോസസ്സറാണ്. പക്ഷെ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഫംഗ്ഷനാലിറ്റി വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു IC ചിപ്പാണ്. അപ്പോൾ അതിനിങ്ങനെ എല്ലാ ജനറൽ പ്രോസസ്സിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ നമുക്ക് ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ മൈക്രോ കൺട്രോളർ അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫേംവർ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഫേംവറും ഒരു സ്പെസിഫിക് ഫംഗ്ഷനാലിറ്റിക്ക് ആയിരിക്കും. അപ്പോൾ അതല്ലാണ്ട് വേറൊരു ഫംഗ്ഷനാലിറ്റിക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ മൈക്രോ കൺട്രോളറിൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പവർ കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെ പവർ വളരെ കുറവായിരിക്കും. കാരണം നമുക്കത് ബാറ്ററി പവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കേസുകളായതുകൊണ്ട് തന്നെ ആ മൈക്രോ കൺട്രോളറിൻ്റെ കൺസെപ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നോർമലി ഈ മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് എക്സ്റ്റേണൽ പെരിഫറൽസ് ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി അതിൻ്റെ മെമ്മറി, റാം, റോമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എക്സ്റ്റേണലി ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അതിന് തന്നെ ഫേംവെയർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു മൈക്രോ കൺട്രോളർ വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളർ മാത്രം കയ്യിലുണ്ടെങ്കിലും നമുക്കത് പ്രോഗ്രാം ചെയ്യുന്ന പാടായിരിക്കും. കാരണം ഒരു IC ചിപ്പാണ്, അതിന് മൾട്ടിപ്പിൾ പിൻസ് ഉണ്ട്. നമുക്കത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ ഒരു ഡെവലപ്മെൻറ്റ് ബോർഡായിട്ട് ഇറക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ആർഡിനോ യൂണോ എന്ന ബോർഡിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൊരു മൈക്രോ കൺട്രോളറാണ് അറ്റ്മെഗ 328P എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളർ. ഈ ഒരു മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ളൊരു ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ എല്ലാ പിൻസിനെയും ഈ ഒരു ബോർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അപ്പോൾ ആ പിന്നിനൊക്കെ ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഓരോ യൂസ് കേസ് ഉണ്ട്, അതിന് പല പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയും. പിന്നെ ബേസിക്കായിട്ട് ഈ ഒരു ബോർഡ് നോക്കുവാണെങ്കിൽ ഒരു റീസെറ്റ് പിന്ന് കാണാം. പിന്നെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു USB പോർട്ട്, USB കേബിൾ വഴി കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടുണ്ട്. എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കാനുള്ളൊരു പോർട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഹെഡർ പിൻസ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് LEDs കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് കമ്പോണൻറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ബോർഡും ടൈപ്പും കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആർഡിനോ നാനോ എന്നൊരു ബോർഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആർഡിനോ നാനോ BL എന്നൊരു ടൈപ്പാണ്. നോർമൽ ആർഡിനോ നാനോ ഉണ്ട്. ഇതാണ് ആർഡിനോ നാനോ എന്ന് പറയുന്നത്. ഈ ഒരു ബോർഡായിരിക്കും നമ്മൾ കൂടുതലും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളറിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരു മൈക്രോ കൺട്രോളറിനകത്താണ് നമ്മൾ പ്രോഗ്രാം എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, ആ ഒരു
കൺസെപ്റ്റും ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ ആ ഒരു ഫംഗ്ഷനാലിറ്റി വേണ്ടിയുള്ള പ്രോഗ്രാമും അത് നമ്മളതിനെ ഫേംവെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതിയതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു മൈക്രോ കൺട്രോളറിനകത്താണ്. ഇത് റൺ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിന്ന് വഴി യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. മീൻസ് ഔട്ട്പുട്ട് ആണെങ്കിൽ അങ്ങനെ, ഇൻപുട്ട് ആണെങ്കിൽ ആ ഒരു രീതിയിൽ. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് എങ്ങനെ പ്രോഗ്രാം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി മൾട്ടിപ്പിൾ ടൂൾസ് അവൈലബിൾ ആണ്. അർഡിനോയുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ളൊരു ID ആണ് അർഡിനോ ID എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ജനറൽ ഫംഗ്ഷനായിട്ട് നമുക്ക് നോക്കാം. ഇത് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് ആ ഒരു ഇൻ്റർഫേസ്. അർഡിനോ ID തന്നെ 2 വെർഷനിൽ ഇറങ്ങുന്നുണ്ട്. ഇത് 1.8 ആണ്. 2 വെർഷനിലുള്ള വേറൊരു അർഡിനോ IDയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അർഡിനോ തന്നെ അതിനൊരു വെബ് എഡിറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ അർഡിനോ ID 2.2.1 എന്ന് പറയുന്നൊരു പുതിയ വെർഷൻ ടൈപ്പാണ്. അതിനകത്തുള്ള ആ ഒരു ഇൻ്റർഫേസും കാര്യം ചെറിയ വ്യത്യാസം വരും. ഇവിടെ നമ്മൾ ഈ കാണുന്നത് 1.8 ഈ ഒരു വെർഷൻ്റെ അർഡിനോ ID ആണ്. പിന്നെ വേറെയും ID അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ തന്നെ. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഫംഗ്ഷനാലിറ്റി നോക്കുവാണെങ്കിൽ നമ്മളൊരു പുതിയൊരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, പുതിയൊരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫയൽ ന്യൂ എടുത്താൽ മതി. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്കെച്ച് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഓപ്പൺ എന്നൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ തന്നെ കുറേ എക്സാമ്പിൾസിനകത്ത് അവർ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള അനലോഗ് റീഡ്, ബ്ലിങ്ക്, LED ബ്ലിങ്ക്, ഡിജിറ്റൽ റീഡ്, പിന്നെ ഡിജിറ്റൽ ഫംഗ്ഷനാലിറ്റി ബേസ് ആയിട്ടുള്ള ബട്ടൺ, നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അനലോഗിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻസ്, പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ, സെൻസർ, കുറച്ച് ഡെമോ സെൻസറൂടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ് മാനിപ്പുലേഷനും കാര്യങ്ങളുള്ള എക്സാമ്പിൾസ് ഉണ്ട്. US ബേസ് ചെയ്തിട്ടുള്ള കീബോർഡിൻ്റെ മൗസിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ബോർഡുകൾ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോർഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾസും കാര്യങ്ങളോടെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും പുതിയൊരു ലൈബ്രറി ആഡ് ചെയ്യുവാണെങ്കിൽ ആ ലൈബ്രറിയുടെ എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. ഈ കാണുന്നത് ഇപ്പോൾ ESP31 ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ആ ബോർഡ് ഞാനത് എക്സ്റ്റേണലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ലൈബ്രറിയും കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ കസ്റ്റമായിട്ട് ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ള ലൈബ്രറീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ അർഡിനോ JS എന്ന ലൈബ്രറിയുടെ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. അതുപോലെ ECDDNS, പിന്നെ ലോറാവാൻ്റെ കാര്യങ്ങൾ, വൈഫൈ മാനേജർ. അപ്പം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ലൈബ്രറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പ്രിഫറൻസിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കെച്ച് സേവ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. പിന്നെ എഡിറ്റർ ലാംഗ്വേജും ഫോണ്ടും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ നമുക്കിവിടെ ഇത് കമ്പൈൽ ചെയ്യുന്ന സമയത്തും അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും താഴെ കുറേ മെസ്സേജ് കാണിക്കും, ലോഗും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതിൻ്റെ വെർബോസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇനാബിൾ ചെയ്യാം. കമ്പൈലേഷൻ അപ്ലോഡിൻ്റെ എക്സ്ട്രാ വെർബോസ് ഇനാബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ ബോർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബോർഡിൻ്റെ URL നമുക്കിവിടെ കൊടുത്താൽ മതി. ആ ബോർഡിൻ്റെ URL നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ URL എടുത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ബോർഡിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ESP32 എന്നൊരു ബോർഡ് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ എഡിറ്റഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നോർമലി കാണുന്ന ഓപ്ഷൻസ് തന്നെയാണ്. കോപ്പി പേസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇൻഡൻറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫോണ്ട് സൈസും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്കെച്ച് എന്ന ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ വെരിഫൈ കമ്പനി എന്ന 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്തതിന് ശേഷം, ഇതിനകത്താണ് കോഡ് എഴുതുന്നത്. ഈ കോഡ് ചെയ്തതിന് ശേഷം അത് ആദ്യം കമ്പൈൽ ചെയ്യണം. അപ്പോൾ കമ്പൈലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ കോഡ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്കെച്ചിൻ്റെ ഫോൾഡർ, ഇപ്പോൾ കറൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്കെച്ചിൻ്റെ ഫോൾഡർ എവിടെയെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്താലും മതി. ഇതിപ്പോൾ സേവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കാണിക്കത്തില്ല, കാരണം ഈ കോഡ് ഇപ്പോൾ സേവ് ചെയ്തിട്ടില്ല. അതുപോലെ ലൈബ്രറി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ
നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലൈബ്രറി ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പുതിയൊരു ലൈബ്രറി സിപ്പ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് Arduino ലൈബ്രറീസ് അവൈലബിൾ ആണ്. ടൂൾസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഫോർമാറ്റ്, ഇപ്പോൾ കോഡ് എന്തെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അലൈൻമെന്റ് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോർമാറ്റ് കൊടുക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ഓട്ടോ ഫോർമാറ്റ് ഓപ്ഷൻ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സീരിയൽ മോണിറ്റർ. ഇപ്പോൾ എന്തെങ്കിലും ഒരു Arduino ബോർഡ് നമ്മളിപ്പോൾ ഒരു USB കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ മോണിറ്റർ വഴി ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡാറ്റ കാണാൻ പറ്റും. ഈ കൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. പിന്നെ സീരിയൽ പ്ലോട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഗ്രാഫ് പോലത്തെ ഡാറ്റ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫീച്ചറൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് മെയിനായിട്ട് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബോർഡ് ഏതാണെന്ന് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടി ബോർഡ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ AVR ടൈപ്പ് ബോർഡ്സാണ് നമ്മൾ Arduino യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Arduino ഏത് ടൈപ്പ് ബോർഡാണ് നമ്മൾ സെലക്ട് ചെയ്യാം. ESP ബോർഡാണെങ്കിൽ ESP ബോർഡ് സെലക്ട് ചെയ്യാം. എക്സ്ട്രാ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ബോർഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കോഡ് അപ്ലോഡ് ചെയ്യുന്ന സ്പീഡ് അത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. CPU ഫ്രീക്വൻസി പോലുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഈ ഒരു ബോർഡ് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോർട്ട് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ USB പോർട്ടുകൾ കാണും. അതിൽ ഏത് പോർട്ടിലാണ് നമ്മുടെ ഈ ബോർഡ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് പോർട്ടൂടെ സെലക്ട് ചെയ്യണം. ആ പോർട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് പോർട്ടിലാണ് നമ്മുടെ ആ ഒരു മൈക്രോ കൺട്രോളർ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ശരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു C അല്ലെങ്കിൽ C++ എന്ന് പറയാൻ പറ്റിയൊരു ലാംഗ്വേജ് തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അതങ്ങനെയല്ല. കാരണം അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. ശരിക്കും Arduino പ്രോഗ്രാമിംഗ് എന്ന് പറയുമെങ്കിലും എക്സാക്ട്ലി എന്ത് പ്രോഗ്രാമിംഗ് ആണെന്ന് നമുക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും പല പേരുകളിലും പല സംഭവങ്ങളും അറിയപ്പെടുന്നുണ്ട്. ബേസിക് ആയിട്ട് നോക്കിക്കഴിയുവാണെങ്കിൽ ഇത് C അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു Arduino പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ മൈക്രോ കൺട്രോളറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ മൈക്രോ കൺട്രോളർ പല ടൈപ്പ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ Atmel AVR അല്ലെങ്കിൽ AVR, ഇവിടെ കണ്ട Atmega 32HP, നമ്മളിപ്പോൾ Arduino യൂസ് ചെയ്യുന്ന ഈ ഒരു മൈക്രോ കൺട്രോളർ ഇതാണ്. പിന്നെ പിക്ക് ബേസ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്, ARM ബേസ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് മൈക്രോ കൺട്രോളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പർപ്പസ് എന്താണെന്ന് ബേസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളിത് ചൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് ഏത് മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് അറിയാവുന്നത്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ബോർഡും മൈക്രോ കൺട്രോളൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ഈ കണ്ട ഒരു Arduino IDE അല്ല, ഈ ഒരു Arduino ഡെവലപ്മെൻറ്റ് ബോർഡിൽ അധികം ഫ്യൂച്ചറും കാര്യങ്ങളൊന്നുമില്ല. എന്ന് പറയുമ്പോൾ ആ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ യൂസേജ് ഉണ്ട്, ഫങ്ഷനാലിറ്റി ഉണ്ട്. GPU ഔട്ട്പുട്ട് ഇൻപുട്ടും അല്ലെങ്കിൽ ആ ഒരു മൈക്രോ കൺട്രോൾ വച്ചിട്ടുള്ള ബോർഡിലുള്ള എന്തെങ്കിലും ഫങ്ഷനാലിറ്റി, അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫങ്ഷനാലിറ്റി നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ബോർഡുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു Arduino Unoയിൽ അങ്ങനെയുള്ള ഫങ്ഷനാലിറ്റി ഇല്ല. അല്ലെങ്കിൽ Arduino Nano എടുക്കുവാണെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു ഫങ്ഷനാലിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എക്സ്റ്റേണൽ ഫങ്ഷനാലിറ്റി കൂടെ ഈ ബോർഡിൽ ആഡ് ചെയ്യണം. അതിന് രണ്ട് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു മൊഡ്യൂൾ വാങ്ങി എന്ത് ചെയ്യുക, നമ്മളായിട്ട് തന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പ വഴി എന്ന് പറയുന്നത് അതിൻ്റെ ഷീൽഡ് വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഷീൽഡാണ് Arduino ഷീൽഡ് എന്ന് പറയും. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു Arduino യൂണിയുടെ മുകളിൽ സ്റ്റാക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനുള്ള ബാക്കിയുള്ള പിൻസ് ഇതുവഴി ആക്സസ് ചെയ്യാനും പറ്റും. ഈ ഷീൽഡിൻ്റെ പർപ്പസ് എന്താണോ ആ ഒരു പർപ്പസ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഷീൽഡുകൾ പരിചയപ്പെടാം. എതർനെറ്റ് ഫങ്ഷനാലിറ്റി വേണ്ട ഒരു ഷീൽഡാണ് ഈ കാണുന്നത്.
അതുപോലെ റിലേ പോലുള്ള പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീൽഡ് യൂസ് ചെയ്യാം. പ്രോട്ടോ ഷീൽഡ് നമുക്ക് എന്തെങ്കിലും പ്രോട്ടോടൈപ്പ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രെഡ് ബോർഡും കാര്യങ്ങളും ബേസ് ഉള്ള ഒരു ഷീൽഡാണ്. പിന്നെ മോട്ടോർ ഷീൽഡ് വല്ല എന്തെങ്കിലും മോട്ടറിനെ കൺട്രോൾ ചെയ്യാനോ സ്പീഡ് കൺട്രോൾ ചെയ്യാനോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീൽഡ് യൂസ് ചെയ്യാം. LCD ഷീൽഡ് ഉണ്ട്. പിന്നെ കപ്പാസിറ്റീവ് ടച്ച് പാഡ് ഷീൽഡ് ഉണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് അതിന് മുകളിൽ സ്റ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ വയർ വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ ക്യാൻബസിൻ്റെ ഒരു ഷീൽഡ് ഉണ്ട്. സ്മോക്ക് ഡിറ്റക്ടറിന് വേണ്ടിയുള്ള ഷീൽഡ് ഉണ്ട്. നെഗറ്റീവ് വോൾട്ടേജ് ജനറേഷൻ ഷീൽഡ്, വേവ് ഷീൽഡ്. ഓക്കെ, നിങ്ങളിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ഷീൽഡുകൾ അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണോ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഷീൽഡ് നോക്കുന്നത്. ഇതുപോലെ ഷീൽഡ് മാത്രമല്ല പിന്നെ മൊഡ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഓരോ പർപ്പസിനും അതിൻ്റേതായ മൊഡ്യൂൾസും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഇത് കാണുന്ന ഒരു മൈക്രോ എസ് ടി ഷീൽഡാണ്. അതുപോലെ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ മൈക്രോ എസ് ടിയുടെ മൊഡ്യൂൾസും അവൈലബിൾ ആയിരിക്കും. ആ കണ്ടത് ഷീൽഡായിരുന്നു. ഈ കാണുന്നത് മൈക്രോ എസ് ടി കാർഡ് ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് കുറേ പിൻസ് ഉണ്ട്. ഈ പിൻസ് നമ്മൾ ജമ്പർ വയർ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിലോട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ നേരത്തെ കേസിൽ അങ്ങനെയല്ല. നേരത്തെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്റ്റാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായിരുന്നു ഷീൽഡിൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ആ ഒരു ബോർഡിനകത്ത് ഒരുപാട് പിൻസ് അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അതിനകത്ത് പല പർപ്പസിനുള്ള പിൻസ് ഉണ്ട്. നമുക്കിനി അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആർഡിനോയിലുള്ള പിൻസ് നമ്മൾ പൊതുവേ പറയുന്നത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് എന്നാണ്, GPO പിൻസ് എന്നാണ് പറയുന്നത്. GPO പിൻസ് കൂടാതെ അതിനകത്ത് വോൾട്ടേജ് പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് ഫംഗ്ഷനായിട്ടുള്ള പിൻസും ഉണ്ട്. ആദ്യമായിട്ട് പറയാനുള്ള ഡിജിറ്റൽ IO പിൻസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ജനറലായിട്ട് എന്തെങ്കിലും ഇൻപുട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എടുക്കാനോ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ PWM പിൻസ് എന്നൊരു ടൈപ്പ് പിൻസ് ഉണ്ട്. നമ്മൾ ഈ ബോർഡ് നോക്കുവാണെങ്കിൽ ഈ ചില പിൻസിൻ്റെ അവിടെ, ഇപ്പോൾ 11ൻ്റെ അവിടെ, 10 അവിടെ, 9 അവിടെയൊക്കെ ഒരു ടിൽഡേ സൈൻ കാണുന്നുണ്ട്. അതുപോലെ 6, 5, 3 ഈ പിൻസിൻ്റെ അവിടെയും ഈ ഒരു ടിൽഡേ സൈൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് പിൻസിനൊരു എക്സ്ട്രാ പർപ്പസ് ഉണ്ട്. അതിനാണ് PWM പിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറയും. ഇപ്പോൾ അനലോഗ് പിൻസിനെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വോൾട്ടേജിലൊരു വേരിയേഷൻ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനോ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പർപ്പസിന് PWM പിൻസ് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയുള്ള RX TX പിൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോർഡിൻ്റെ മോൾ റൈറ്റ് സൈഡിലായിട്ട് TX RX എന്ന 2 പിന്ന് കാണുന്നുണ്ട്. ആ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പിൻസാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു TX RX LED ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു TX LED കത്തും. എന്തെങ്കിലും ഡാറ്റ റിസീവ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു RX LED കത്തും. ഇതൊക്കെയാണ് അതിൽ ബേസിക്കായിട്ട് വന്ന പിൻസ് എന്ന് പറയുന്നത്. ഇനിയും പല ടൈപ്പ് ഉണ്ട്. അനലോഗ് പിൻസ് ഉണ്ട്. അനലോഗ് പിൻസ് നമ്മൾ കണ്ടായിരുന്നു. A0 to A5 വരെയുള്ള അനലോഗ് പിൻസ് ഉണ്ട്. പിന്നെ പവർ പിൻസ് 5 വോൾട്ട് പിന്നുണ്ട്, 3.3 വോൾട്ട് പിൻ വരുന്നുണ്ട്, ഗ്രൗണ്ട് പിൻസ് ഉണ്ട്. ഇതിപ്പോൾ എല്ലാ ബോർഡിലും ഈ പിൻസ് ഇതേപടി ഉണ്ടാവണമെന്നില്ല. അത് ഓരോ ബോർഡ് സ്പെസിഫിക് ആണ്. ഇതുപോലെ അനലോഗ് പിൻസ് അങ്ങനെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു Arduino യൂണോയിൽ ഈ പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ബോർഡ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പിൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ഓക്കെ, അതിപ്പോൾ നമ്മളിപ്പോൾ Arduino നാനോയുടെ പിൻസാണ് കാണേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് Arduino നാനോ സെർച്ച് ചെയ്താൽ മതി. Arduino നാനോ പിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ അറിയാൻ പറ്റും. Arduinoയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ തന്നെ അതിൻ്റെ പിൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം ഇതാണ് Arduino നാനോ എന്ന ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് A0 to A5 വരെയുള്ള പിൻസ് ഉണ്ട്, അനലോഗ് പിൻസ് ഉണ്ട്, 5 വോൾട്ട് ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, Vin ഉണ്ട്, അതുപോലെ റീസെറ്റ് പിൻസ് ഉണ്ട്, TX RX പിൻസ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ ഏത് ബോർഡിൻ്റെ ആയാലും ആ ഒരു ഡാറ്റ ഷീറ്റ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് പിൻ ഔട്ടും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും.
പിന്നെ പവർ പിൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് പിൻസ് ഉണ്ട്, റീസെറ്റ് പിന്ന് കാര്യങ്ങളുണ്ട്, പിന്നെ AREF പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ADC അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ADC മീൻസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അനലോഗിൻ്റെ ഒരു റെഫറൻസ് വോൾട്ടേജ് നമ്മൾ പറയണം. ഡിഫോൾട്ടായിട്ട് ആർഡിനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആർഡിനോയുടെ ബേസിക് വോൾട്ടേജ് 5 വോൾട്ട് തന്നെയായിരിക്കും അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇൻ കേസ് നമുക്ക് കൺവെർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ട് ചെയ്യുന്ന കേസിൽ ചിലപ്പോൾ ആ ഒരു വോൾട്ടേജ് റെഫറൻസ് വന്ന 5 ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു AREF പിൻസിലോട്ട് ആ ഒരു വോൾട്ടേജ് റെഫറൻസ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷൻ പിൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്. I2C, അതുപോലെ SPI. നമ്മളതിന് I2C എന്ന് പറയുന്നുണ്ട്, അതിൽ I2C എന്ന് പറയാറുണ്ട്. പിന്നെ I2S ഉണ്ട്. അപ്പം ഇങ്ങനെ പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ I2C എന്നൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പൊതുവെ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനകത്ത് മെയിനായിട്ട് 2 പിന്നുകളാണ് ചൂസ് ചെയ്യാറ്, SDAയും SCLും. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് പിന്നുകൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. SDA എന്ന് പറയുമ്പോൾ സീരിയൽ ഡാറ്റ ലൈനാണ്. SCL എന്ന് പറയുമ്പോൾ ഒരു സീരിയൽ ക്ലോക്കാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 2 ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഒരു ഡാറ്റ ലൈൻ കാണും. ആ ഡാറ്റ ലൈനിൽ ഡാറ്റ ട്രാൻസ്മിഷൻ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു കണക്ഷനും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വേറൊന്നുമില്ല, ഇപ്പോൾ ഒരു സെൻസർ എന്നുള്ള ഡാറ്റ നമ്മുടെ ഡിവൈസിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോ കൺട്രോളറിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. അപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന മീഡിയത്തിലൂടെ ആണെങ്കിൽ ഈ ഡിവൈസിനകത്തും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിന് പല പ്രോട്ടോകോൾസ് ഉണ്ട്. അതൊക്കെയാണ് ഈ I2C അല്ലെങ്കിൽ SPI എന്നൊക്കെ പറയുന്നത്. അത് ഓരോ സെൻസറും ഓരോ പ്രോട്ടോകോളായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സീരിയൽ കമ്മ്യൂണിക്കേഷനും മറ്റൊരു പ്രോട്ടോകോളാണെന്ന് പറയാം. അതിനകത്ത് TXM RXM പിൻസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രോട്ടോക്കോളാണ് SPI എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഇത്രയും പിൻസാണ് ബേസിക്കായിട്ട് വരുന്നത്, MOSI, MISO, SCK, SS. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ആ മൊഡ്യൂളിന് നോർമലായിട്ട് വോൾട്ടേജ് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണം. എന്ന് പറയുമ്പോൾ ഒരു മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ I2Cയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജിനുള്ള ഗ്രൗണ്ടും പിന്നെ അതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജും പ്രൊവൈഡ് ചെയ്യുന്നതിന് കൂടാതെയാണ് ഈ 2 പിൻസും അഡീഷണൽ വരുന്നത്. അതുപോലെ തന്നെയാണ് SPIയിലും. അതിനകത്ത് 4 പിന്നുകളാണ് മെയിനായിട്ട് വരുന്നത്. ഇത് കൂടാതെ അതിൻ്റെ വോൾട്ടേജ് പിൻസും പ്രൊവൈഡ് ചെയ്യണം. ഇതിനകത്ത് MOSI, MISO, SCK, SS അല്ലെങ്കിൽ CS എന്ന് പറയുന്ന 4 ടൈപ്പ് പിൻസാണ് യൂസ് ചെയ്യുന്നത്. MOSI എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഔട്ട് സ്ലേവ് എന്ന കൺസെപ്റ്റാണ്. ഇവിടെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോ കൺട്രോളർ തന്നെയാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒരു സെൻസർ കാണും, ആ സെൻസർ ആയിരിക്കും സ്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്ററിൽ നിന്ന് സ്ലേവിലോട്ട് എന്തെങ്കിലും ഡാറ്റ അയക്കണമെന്നുണ്ടെങ്കിൽ MOSI എന്ന പിൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. അതാണ് മാസ്റ്റർ ഔട്ട് സ്ലേവ് ഇൻ എന്ന് പറയുന്നത്. തിരിച്ച് മാസ്റ്ററിലോട്ട് എന്തെങ്കിലും ഡാറ്റ സ്ലേവിൽ നിന്ന് അയക്കുന്നുണ്ടെങ്കിൽ MISO പിൻസിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. അതിനുവേണ്ടി മാസ്റ്റർ ഇൻ സ്ലേവ് ഔട്ട് എന്ന പിന്നെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു പിന്നാണ് SCK എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു മാസ്റ്റർ നോഡിലോട്ട് മൾട്ടിപ്പിൾ ഡിവൈസുകൾ ഒറ്റ ടൈം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ സ്ലേവുകൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏത് സ്ലേവാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ലേവ് സെലക്ട് എന്ന പിൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിപ്പ് സെലക്ട് എന്ന് പറയും, CS എന്ന പേരിലും ഈ ഒരു പിൻ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ 4 പിന്നുകളാണ് ആ ഒരു ഫംഗ്ഷനാലിറ്റി വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനെ നമുക്ക് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പിന്നാണ് ഇൻട്രപ്റ്റ് പിൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാ ബോർഡുകളും ഉണ്ടാവണമെന്നില്ല, ഓരോ ബോർഡിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ്. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ ഈ SPI ആയാലും I2C ആയാലും ഇതിപ്പോൾ എല്ലാത്തിനും ജനറലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ഓരോ ബോർഡിലും സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഫ്യൂച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു പിൻസുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ICSP ഇൻ സർക്യൂട്ട് സെൽ പ്രോഗ്രാമിംഗ് എന്ന ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പിൻസാണ്. ഇത്രയും പിൻസാണ് ആ ഒരു ഫംഗ്ഷനാലിറ്റി ഗ്രൂപ്പിലോട്ട് വരുന്നത്. പിന്നെ മിസ്സലേനിയസ് പിൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട അനലോഗ് പിൻസ് അല്ലാണ്ട് തന്നെ അഡീഷണൽ അനലോഗ് പിൻസും വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ TXLD, RXLD കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പിൻസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചിലപ്പം കാണാം. ഇതാണ് ബേസിക്കായിട്ട് ആ ഒരു പിന്നൗട്ടും കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കാണാതെ പഠിച്ചിട്ടല്ല നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എഴുതി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പഠിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോൾ ഈ ഒരു സ്പെസിഫിക് ആയിട്ട് ആണ് ശരിക്കും ഇത് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ആർഡിനോ യൂണോ എന്നൊരു ബോർഡിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇത്രയും പിന്നും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഏതൊക്കെ ബോർഡാണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ബോർഡ് ബേസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനാലിറ്റി എല്ലാം മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു ബോർഡിൻ്റെ ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓൺലൈൻ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കി അതിൽ ഏതൊക്കെ പിൻസ് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷനാലിറ്റി അതിനകത്ത് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മളത് ചൂസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ കാണുവാണെങ്കിൽ ESP32 എന്നൊരു വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട്. അതിൻ്റെ പിന്നോട്ട് നോക്കാം. ഈ കാണുന്നതാണ് ESP32 എന്ന് പറഞ്ഞ ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇതിനകത്ത് ഒരുപാട് മറ്റേതിനേക്കാളും കൂടുതൽ GPU പിൻസും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇവിടെ അറിയാം 3v3 എന്നൊരു പിന്നാണ്. പിന്നെ SCK, CLK, ഇതിന് ഓരോ പ്രത്യേക ഫംഗ്ഷനാലിറ്റിയിൽ എടുത്തിവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ SCK ഇവിടെ നേരത്തെ കണ്ടതാണെന്ന് തോന്നുന്നു. ഈ സീരിയൽ ക്ലോക്ക് ലൈൻ നമുക്കിവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് കാണുന്നുണ്ട്, SCK എന്ന പേര്. അതുപോലെ I2C STA പിന്ന് കണ്ടു. ഇവിടെ GPIO 21 എന്ന പിന്നിലാണ് I2C SDA പിന്ന് വരുന്നത്. അതുപോലെ I2C SCL എന്ന പിന്ന് വരുന്നത് GPIO 22-ലാണ്. പിന്നെ MOSI, MISO, ക്ലോക്ക്. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ പിന്നിലും എവിടെയൊക്കെയാണ് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ആണെന്ന് അതിൻ്റെ റെഫറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു രണ്ട് പിന്ന് GPIO 36ഉം GPIO 39ഉം ഇൻപുട്ട് ഓൺലിയാണ്, നമുക്ക് അതിന് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരിടത്ത് പറയുന്നുണ്ട് ഓരോ പിന്നും അതിന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോന്നിനെയും ഡോക്യുമെൻറ്റേഷൻ നോക്കി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റെഫറൻസുകൾ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങാൻ. ഓക്കെ. പിന്നെ ചില പിന്നുകൾ അതിനകത്ത് ഓൺ ബോർഡായിട്ടുള്ള LED തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ GPIO 1 എന്ന പിന്ന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് TX എന്ന പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ GPIO 3 എന്ന പിന്ന് ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് RX എന്ന പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ GPIO 0 എന്ന പിന്ന് പുൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എന്താണെന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കും. പിന്നെ 34 to 39 വരെ ഇൻപുട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ള, ഔട്ട്പുട്ടൊന്നും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ SPI സപ്പോർട്ട് ചെയ്യുന്ന പിൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. PWM സിഗ്നൽ, PWM നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, പൾസ് വിത്ത് മോഡുലേഷൻ കൺസെപ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ പിന്നും ചൂസ് ചെയ്യുന്നതും ഓരോ മൊഡ്യൂളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും അത് ബേസ് ചെയ്ത് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജനറലായിട്ട് എന്താണ് അഡിനോ അല്ലെങ്കിൽ അഡിനോ ടൈപ്പ് എങ്ങനെയാണ്, മൈക്രോ കൺട്രോളേഴ്സ് എന്താണ്, അതിൻ്റെ ടൈപ്പുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നൊരു പ്ലാറ്റ്ഫോം അഡിനോ IDE എന്ന പ്ലാറ്റ്ഫോം, അതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. നമ്മൾ ശരിക്കും പക്ഷേ ഇതിനകത്തല്ല ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളിപ്പോൾ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്കത് സിമുലേറ്റ് ചെയ്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹാർഡ്വെയർ പർച്ചേസ് ചെയ്യുന്ന ആരും പാടായിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് വോക്ക് എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഏതാണ്ട് സിമിലർ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസം വരത്തില്ല. പക്ഷെ നമുക്ക് അല്ലാണ്ട് ഹാർഡ്വെയർ വഴി ചെയ്യുന്നത് പോലെയുള്ള ഒരു സെയിം എഫക്റ്റ് ആയിരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നമ്മൾ അത്രയും പാടുപെടേണ്ടി വരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ സമയത്ത് അഡിനോ IDEയിൽ 1-2 കാര്യങ്ങൾ വിട്ടുപോയി പറയാൻ. നമുക്ക് എളുപ്പത്തിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും വേണ്ടിയൊക്കെ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കമ്പയർ ചെയ്യാനും വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സീരിയൽ മോണിറ്ററും ഇവിടെ ഓപ്പൺ ചെയ്യാം, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ. ഇനി വോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വോക്ക് എന്ന പ്ലാറ്റ്ഫോം എന്ന ഇൻട്രൊഡക്ഷൻ നോക്കി വയ്ക്കാം. ഇതാണ് വോക്ക് എന്ന പ്ലാറ്റ്ഫോം. ഇതിനകത്ത് അവർ പല ടൈപ്പ് ബോർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അർഡിനോ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ESP32 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റാസ്ബെറി പൈ ഉണ്ട്, STM32 ഉണ്ട്. പിന്നെ വോക്ക് പ്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തിന് VS കോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മറ്റ് പുതിയ ഫീച്ചേഴ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോ പൈത്തണും റസ്റ്റും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ കുറേ ഫീച്ചർഡ് പ്രോജക്റ്റ് നമ്മളിപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇന്നത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പല പ്രോജക്റ്റ് നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടുന്ന ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ ആർഡിനോ ചൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ആ ഒരു ആർഡിനോ ബേസ് ആയിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്ക്രാച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ആർഡിനോ യൂണോ, മെഗ, നാനോ, അറ്റിനി 85 പിന്നെ മറ്റൊരു ബോർഡ്. അപ്പോൾ ഇത്രയും ബോർഡ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് സ്ക്രാച്ചിൽ നിന്നും പ്രോഗ്രാം ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആർഡിനോ നാനോയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോഡ് റൺ ചെയ്യാൻ വേണ്ടി കോഡ് ഇവിടെ എഴുതാം. കോഡ് എഴുതിയതിന് ശേഷം ഇവിടെ റൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും ഡയഗ്രാം നമ്മളിപ്പോൾ എന്തെങ്കിലും മൊഡ്യൂൾസ് ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒരു JSON ഫോമിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു LED ആഡ് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ലൈബ്രറി, നമുക്ക് എക്സ്റ്റേണൽ ലൈബ്രറി കാര്യങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ലൈബ്രറി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും SD കാർഡ് ലൈബ്രറി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ SD ടൈപ്പ് ചെയ്ത് നോക്കുക. താഴോട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. SD കാർഡ് സെലക്ട് ചെയ്യുക. ഈ ഒരു രീതി നമുക്ക് ലൈബ്രറികളെ മാനേജ് ചെയ്യാൻ പറ്റും. അതിവിടെ libraries.txt എന്ന ഫയലിനകത്ത് ആ ലൈബ്രറീസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റ് ഫുള്ളായിട്ട് സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റ് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ മൊഡ്യൂൾസോ ലൈറ്റ്സോ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. LED, പുഷ് ബട്ടൺ, റെസിസ്റ്റർ, പല ടൈപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് എടുക്കുന്ന രീതിയിലുള്ള സ്വിച്ചും കാര്യങ്ങളും. സെൻസേഴ്സ് അവൈലബിൾ ആണ്. അൾട്രാസോണിക് സെൻസർ, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സെൻസർ, PIR, മോഷൻ സെൻസർ, ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് ബേസിക് ഫീച്ചറും കാര്യങ്ങളും ഇത്രയൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വളരെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു LED എടുത്ത് വെച്ചു, LED ഇതോടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഇതൊരു വയർ വരും. ആ വയർ നമുക്ക് എവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊണ്ട് അതിന് പിന്നിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വയറും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഇത് കോഡ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ വയറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, തൽക്കാലം ഈ ഒരു വീഡിയോയിൽ ഇത്രയും മതി. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഇനി മെയിനായിട്ട് കൂടുതലും C പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ ആർഡിനോ പ്രോഗ്രാമിനെ പറ്റി പഠിക്കും. പിന്നെ ഓരോ സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ പ്രോഗ്രാം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. ഈ ഒരു രീതിയിലായിരിക്കും ബാക്കി കോഴ്സിനെ കൊണ്ട് മുന്നോട്ട് പോകുന്നത്.